ലോകം കണ്ട ധീരനായ മാരത്തൺ ഇതിഹാസം 114കാരനായ ഫൗജ സിംഗ് വാഹനമിടിച്ച് മരിച്ച സംഭവത്തിൽ ഒരു NRI യുവാവ് അറസ്റ്റിൽ. അമൃത്പാൽ സിംഗ് ധില്ലൻ എന്നയാളാണ് കർത്താർപൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ജലന്ധർ ജില്ലയിലെ ബിയാസ് ഗ്രാമത്തിലാണ് തിങ്കളാഴ്ച അപകടം നടന്നത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഉച്ചയ്ക്ക് 3:30 ഒരു SUV അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കാനഡയിൽ നിന്നുള്ള പ്രവാസി ധില്ലൻ ഫൗജ സിംഗിനെ ഇടിച്ചപ്പോൾ പരിഭ്രാന്തനായി സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടുവെന്ന് അന്വേഷണത്തിനിടെ പോലീസിനോട് സമ്മതിച്ചു. ഈ ദാരുണമായ സംഭവം ലോകമെമ്പാടുമുള്ള കായിക പ്രേമികളെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അപകട സ്ഥലത്ത് കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഈ വാഹനം ഓടിച്ചിരുന്നത് അമൃത്പാൽ സിംഗ് ധില്ലനായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സിംഗ് ആശുപത്രിയിൽ വെച്ച് മരണമടയുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തൺ ഓട്ടക്കാരൻ എന്ന നിലയിൽ ടർബൻ ടൊർണാഡോ എന്നറിയപ്പെട്ടിരുന്ന ഫൗജ സിംഗ് ലോകമെമ്പാടും അറിയപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു. കർത്താർപൂർ സ്വദേശിയായ ധില്ലനെ ചൊവ്വാഴ്ച രാത്രിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജലന്ധർ പത്താൻകോട്ട് ഹൈവേ മുറിച്ചു കടക്കുമ്പോഴാണ് സിംഗിനെ SUV ഇടിച്ചത്. ധില്ലനെതിരെ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും നരഹത്യയ്ക്കും കേസെടുത്തിട്ടുണ്ട്. ഫൗജ സിംഗിനെ ഇടിച്ച ശേഷം ധില്ലൻ വാഹനം നിർത്തുകയോ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ലെന്നും FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിംഗിനെ ഇടിച്ചപ്പോൾ താൻ ഫൗജ സിംഗിനെയാണ് ഇടിച്ചതെന്ന് ആദ്യം അറിയില്ലായിരുന്നുവെന്നും പിന്നീട് മാധ്യമ റിപ്പോർട്ടുകളിലൂടെയാണ് താൻ ആരെയാണ് ഇടിച്ചതെന്ന് മനസ്സിലാക്കിയതെന്നും ധില്ലൻ പറഞ്ഞു. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് SUV കണ്ടെത്തിയത്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വഴി കാറിന്റെ രജിസ്റ്റേർഡ് ഉടമയായ കപൂർത്തല സ്വദേശി വീരേന്ദർ സിംഗിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. വീരേന്ദർ സിംഗിനെ ചോദ്യം ചെയ്തപ്പോൾ താൻ 2 വർഷം മുമ്പ് വാഹനം ധില്ലന് വിറ്റതായി വെളിപ്പെടുത്തി. ഇത് അന്വേഷണ സംഘത്തെ കർത്താർപൂരിലേക്ക് നയിക്കുകയും അവിടെ വെച്ച് ധില്ലനെ ചൊവ്വാഴ്ച രാത്രി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ടർബൻ ടൊർണാഡോ എന്നറിയപ്പെട്ടിരുന്ന ഫൗജ സിംഗ് ഒരു ആഗോള പ്രതിഭയായിരുന്നു. 1911 ഏപ്രിൽ 1 പഞ്ചാബിലെ ബിയാസ്പന്തിൽ ജനിച്ച അദ്ദേഹം 2 ലോകമഹായുദ്ധങ്ങൾ, 2 മഹാമാരികൾ, 1947 ഇന്ത്യ വിഭജനം എന്നിവയുൾപ്പെടെയുള്ള ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളിലൂടെ ജീവിച്ച വ്യക്തിയാണ്. 1992 തന്റെ ഒരു മകനോടൊപ്പം ബ്രിട്ടനിലേക്ക് കുടിയേറിയത്. വിവിധ പ്രായപരിധിയിലുള്ള ഒട്ടേറെ ലോക റെക്കോർഡുകൾ തകർത്തിട്ടുണ്ടെങ്കിലും ഇവയൊന്നും റെക്കോർഡുകളായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഹോങ്കോങ്ങിൽ നടന്ന മാരത്തണിനോടെ 101 വയസ്സിൽ വിരമിച്ചു. പ്രായം തന്റെ കാലുകളെ കീഴ്പ്പെടുത്തിയെന്നാണ് വിരമിക്കൽ തീരുമാനം അറിയിച്ച് ഫൗജ സിംഗ് അന്ന് പറഞ്ഞത്. 100 വയസ്സ് പിന്നിട്ട ആദ്യത്തെ മാരത്തൺ ഓട്ടക്കാരനായ ഫൗജ സിംഗിന് ജനന സർട്ടിഫിക്കറ്റിന്റെ അഭാവം കാരണം ഗിന്നസ് ബുക്കിൽ ഇടം നേടാനായില്ല. എലിസബത്ത് രാജ്ഞി നൽകിയ ജന്മദിനാശംസക്കുറിപ്പും പാസ്പോർട്ടും തെളിവിനായി സമർപ്പിച്ചുവെങ്കിലും ഔദ്യോഗിക അംഗീകാരം ലഭിച്ചില്ല. ലണ്ടൻ ഒളിമ്പിക്സിൽ ദീപശിഖയേന്താനുള്ള അവസരം ലഭിച്ചിരുന്നു. 2000 ലണ്ടൻ മാരത്തണിൽ 89 വയസ്സിലായിരുന്നു ഫൗജയുടെ അരങ്ങേറ്റം. ഈ നേട്ടം ലോകമെമ്പാടും ശ്രദ്ധ നേടി. പിന്നീട് ടൊറന്റോ, ന്യൂയോർക്ക് തുടങ്ങിയ നഗരങ്ങളിലെ മാരത്തണുകളിലും അദ്ദേഹം പങ്കെടുത്തു. തന്റെ മാരത്തൺ ജീവിതത്തിന്റെ ഭൂരിഭാഗവും UK-യിൽ ചിലവഴിച്ച ഫൗജ സിംഗ് വിരമിച്ചതിനു ശേഷം ഏകദേശം 3 വർഷം മുമ്പാണ് തന്റെ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. 2004 ഏതൻ ഒളിമ്പിക്സിലും 2012 ലണ്ടൻ ഒളിമ്പിക്സിലും ടോർച്ച് ബെയറായി സിംഗിനെ തിരഞ്ഞെടുത്തു. 2003 ഡേവിഡ് ബെക്കാം, മുഹമ്മദ് അലി എന്നിവരോടൊപ്പം അഡിഡാസിന്റെ നത്തിങ് ഈസ് ഇംപോസിബിൾ എന്ന പ്രചാരണത്തിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. 2005 അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് അദ്ദേഹത്തെ ആദ്യത്തെ ലാഹോർ മാരത്തണിലേക്ക് ക്ഷണിച്ചു. അടുത്ത വർഷം എലിസബത്ത് രാജ്ഞി അദ്ദേഹത്തെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്തു. 2003 ഹോങ്കോങ് മാരത്തണിൽ പങ്കെടുത്ത സിംഗ് 10 കിലോമീറ്റർ ഓട്ടം 1 മണിക്കൂർ 32 മിനിറ്റ് 28 സെക്കൻഡിൽ പൂർത്തിയാക്കി. അതിനുശേഷം 102 വയസ്സിൽ അദ്ദേഹം മത്സര ഓട്ടത്തിൽ നിന്നും വിരമിച്ചുവെങ്കിലും ആരോഗ്യത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി അദ്ദേഹം ഓട്ടം തുടർന്നു. കഴിഞ്ഞ വർഷം മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ അവബോധം വളർത്തുന്നതിനായി പഞ്ചാബ് ഗവർണർ ഗുലാബ് ചന്ദ് കടാരിയോടൊപ്പം ഒരു വാക്കത്തോണിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു.